അന്ധമായ ഒരു ഭരണകൂടം തീർത്തും നിരാലംബരായ ഒരു ജനതയ്ക്ക് മേൽ മാസങ്ങളായി അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉപരോധവും പട്ടിണിയും അവർ ആയുധമാക്കുന്നു. ഇത് വ്യക്തമായ വംശഹത്യയല്ലാതെ മറ്റൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ഇറാനിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിൻ UN അയച്ച കത്തിലെ വരികളാണിത്. ഗസയിലെ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയത് തൊട്ട് വിശ്രമമില്ലാത്ത നാളുകളായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിന്. ഹമാസിനൊപ്പം ശക്തമായി ഉറച്ചു നിന്നുകൊണ്ട് ഗസയുടെ പരിപൂർണ മോചനം മാത്രം മുന്നിൽ നിർത്തി പോരാടി. ഖത്തറൊഴികെയുള്ള അറബ് ലോകം ഹമാസിനെയും അതിൻ്റെ നേതാക്കളെയും ഒറ്റപ്പെടുത്തിയപ്പോഴും നിരന്തരം ഹമാസ് നേതാക്കളോട് ബന്ധപ്പെട്ട് ഫലസ്തീൻ വിഷയം ചർച്ച ചെയ്യാൻ വിദേശയാത്രകളിൽ ജീവിച്ച മനുഷ്യൻ. ഫലസ്തീൻ ജനതയ്ക്കായി നിരന്തരമായി അദ്ദേഹം ലോകത്തോട് കലഹിച്ചുകൊണ്ടേയിരുന്നു. UN കത്തുകൾ അയച്ചുകൊണ്ടേയിരുന്നു. ഇസ്രായേലിൻ്റെ യുദ്ധത്തിനെതിരായ നിലപാട് സ്വീകരിക്കാൻ അറബ് രാജ്യങ്ങളെ അടക്കം നിർബന്ധിതമാക്കുന്ന നയതന്ത്ര നീക്കങ്ങൾക്ക് അദ്ദേഹം ചുക്കാൻ പിടിച്ചു. ഇറാൻ ജനതക്കും ഇറാൻ ദേശത്തിനും ഉപരി ഗസയിലെ നിരാലംബരായ ജനങ്ങൾക്ക് കൂടിയാണ് ഹുസൈൻ അമീറിൻ്റെ വേർപാട് നഷ്ടമാകുന്നത്. ഇറാന്റെ അന്താരാഷ്ട്ര നിലപാടുകൾ രൂപപ്പെടുത്തുന്നതിലെ നിർണായക ശക്തി കൂടിയായിരുന്നു അദ്ദേഹം. നയതന്ത്രജ്ഞൻ, പാശ്ചാത്യ വിരുദ്ധ ബന്ധങ്ങളുടെ മധ്യസ്ഥൻ, അങ്ങനെ നീളുന്നു അമീർ അബ്ദുല്ലാഹുവിൻ്റെ വിശേഷങ്ങൾ. ഇറാന്റെ ശക്തമായ വിദേശകാര്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു ഹുസൈൻ അമീർ അബ്ദുല്ലാഹിൻ. 1996 ഇറാൻ മന്ത്രിസഭയിൽ അദ്ദേഹം എത്തുന്നത്. ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെടെ പാശ്ചാത്യ ശക്തികൾക്കെതിരായ നിഴൽ നീക്കങ്ങളെ പിന്തുണക്കുന്ന പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ട് നയത്തിൻ്റെ പിന്തുണക്കാരനും വക്താവുമായിരുന്നു അദ്ദേഹം. 2021 വിദേശകാര്യമന്ത്രിയായി നോമിനേറ്റ് ചെയ്തതിൽ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയാണ് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ഇറാന്റെ ചെറുത്തുനിൽപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു റഈസി ഭരണകൂടത്തിന്റെ ഭാഗമായുള്ള 60കാരൻ്റെ ഈ നിയമനം. 1960 ഇറാനിലെ വടക്കൻ നഗരമായ ദംഗാനിൽ ജനിച്ച അമീർ അബ്ദുല്ലാഹിൻ ഇറാഖുമായി ഒരു ദശകത്തോളം നീണ്ട യുദ്ധകാലത്ത് തൻ്റെ പഠനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ PhD നേടിയ അമീർ അബ്ദുല്ലാഹിയാൻ അതിവേഗം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പടവുകൾ നടന്നു കയറി. 1960കളുടെ അവസാനത്തിൽ ഇറാഖിലെ ഇറാൻ എംബസിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ നിയമനം. പിന്നാലെ ഇറാഖിലെ യുദ്ധത്തെക്കുറിച്ച് അമേരിക്കയുമായി നടന്ന അപൂർവ ചർച്ചകളിൽ ഇറാനെ പ്രതിനിധീകരിക്കുന്ന 3 അംഗ പ്രതിനിധി സംഘത്തിലെ യുവ നയതന്ത്രജ്ഞനെ ഇറാൻ ഉൾപ്പെടുത്തി. സൗദി അറേബ്യയുമായി തകർന്ന നയതന്ത്ര ബന്ധം 2023 പുനഃസ്ഥാപിക്കാൻ നിർണായക പങ്കുവഹിച്ചതും ഇദ്ദേഹമാണ്. ചൈനയുടെ മധ്യസ്ഥതയിലുള്ള കരാറിലൂടെയായിരുന്നു ഇത്. ഇറാൻ തീർത്ഥാടകർക്ക് വർഷങ്ങൾക്ക് ശേഷം ഹജ്ജും ഉംറയും നിർവഹിക്കുവാൻ ഇതുവഴി സാധിച്ചു. ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ വിവിധ റോളുകളിൽ അമീർ അബ്ദുല്ലാഹിൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ബഹ്റൈനിലെ അംബാസഡർ, അറബ് ആഫ്രിക്കൻ കാര്യങ്ങളുടെ ഡെപ്യൂട്ടി മന്ത്രി, പേർഷ്യൻ ഗൾഫ് വകുപ്പ് മേധാവി തുടങ്ങിയ നിലകളിലെല്ലാം അമീർ അബ്ദുല്ലാഹിയാൻ വ്യക്തിപരമായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. waytonikah.com, the exclusive Muslim matrimonial site.